ആക്നറെക്സ് സോപ്പ് മുഖക്കുരുവിനും മറ്റ് ചർമ്മ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരുതരം മെഡിക്കേറ്റഡ് സോപ്പാണ്. ഇതിൽ സാധാരണയായി സാലിസിലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ്, ടീ ട്രീ ഓയിൽ തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കും. ഈ ഇൻഗ്രീഡിയൻസിന്റെ കോമ്പിനേഷൻ ആക്നറെക്സ് സോപ്പിന്റെ ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. എങ്ങനെ പ്രവർത്തിക്കുന്നു? ആക്നറെക്സ് സോപ്പ് മുഖക്കുരുവിനെ പല രീതിയിൽ സഹായിക്കുന്നു. ചർമ്മത്തിലെ അധിക എണ്ണയും അഴുക്കും നീക്കം ചെയ്യുന്നു. ഇത് മുഖക്കുരു ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. സോപ്പിലെ ക്ലെൻസേഴ്സ് ചർമ്മം വൃത്തിയാക്കാൻ സഹായിക്കുന്നു. ചർമ്മത്തിലെ ഡെഡ് സെൽസ് നീക്കം ചെയ്യുന്നു. സാലിസിലിക് ആസിഡ് പോലുള്ള ഘടകങ്ങൾ ചർമ്മത്തിലെ ഡെഡ് സെൽസ് ഇളക്കിക്കളയാൻ സഹായിക്കുന്നു. ഇത് സുഷിരങ്ങൾ അടഞ്ഞുപോകാതെ തടയുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്നു. ബെൻസോയിൽ പെറോക്സൈഡ്, ടീ ട്രീ ഓയിൽ തുടങ്ങിയവയ്ക്ക് ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവ മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ചർമ്മത്തിലെ വീക്കം കുറയ്ക്കുന്നു. ചില ഇൻഗ്രീഡിയൻസിന് ആന്റി ഇൻഫ്ലാമറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടാവാം. ഇത് മുഖക്കുരു മൂലമുണ്ടാകുന്ന ചുവപ്പ് നിറവും വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്നു. ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാം? ആക്നറെക്സ് സോപ്പ് പ്രധാനമായും താഴെ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മുഖക്കുരു, ആക്നെ. ആക്നറെക്സ് സോപ്പ് മുഖക്കുരുവിനുള്ള ഒരു സാധാരണ ചികിത്സയാണ്. ചർമ്മത്തിലെ എണ്ണമയം, ഓയിലി സ്കിൻ. അധിക എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് ഇത് ഉപയോഗപ്രദമാണ്. ചിലതരം ചർമ്മരോഗങ്ങൾ. ചില ഡെർമറ്റോളജിസ്റ്റുകൾ ആക്നറെക്സ് സോപ്പ് ചിലപ്പോൾ മറ്റ് ചർമ്മ പ്രശ്നങ്ങൾക്ക് ശുപാർശ ചെയ്യാറുണ്ട്. എങ്ങനെ ഉപയോഗിക്കണം? ആക്നറെക്സ് സോപ്പ് സാധാരണ സോപ്പ് പോലെ ഉപയോഗിക്കാവുന്നതാണ്. 1. ചർമ്മം നനക്കുക. 2. സോപ്പ് ഉപയോഗിച്ച് പതപ്പിച്ച് മുഖത്തും ബാധിക്കപ്പെട്ട ഭാഗങ്ങളിലും പുരട്ടുക. 3. കുറച്ചുനേരം മസാജ് ചെയ്ത ശേഷം കഴുകിക്കളയുക. 4. ദിവസത്തിൽ 1-2 തവണ ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആക്നറെക്സ് സോപ്പ് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ചർമ്മം വരണ്ടതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചിലർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം. ചൊറിച്ചിൽ, തടിപ്പു, ചുവപ്പ് നിറം എന്നിവയുണ്ടായാൽ ഉടനടി ഉപയോഗം നിർത്തി ഡോക്ടറെ സമീപിക്കുക. കണ്ണിൽ സോപ്പ് പോകാതെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഗർഭിണികൾ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർ ഡോക്ടറെ സമീപിച്ച ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. ആക്നറെക്സ് സോപ്പിലെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഡോക്ടറോട് ചോദിച്ചറിയുന്നത് നല്ലതാണ്. കാരണം ചില ഇൻഗ്രീഡിയൻസ് ചില ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാം. പ്രധാന അറിയിപ്പ്: ഈ വിവരങ്ങൾ പൊതുവായ അറിവിനായി മാത്രമുള്ളതാണ്. സ്വയം ചികിത്സ നടത്താതിരിക്കുക. ഏത് സോപ്പായാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയും അവരുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുക.